മാഷേ, ജനൻ ടി വിയുടെ ചർച്ചയ്ക്കിടയിൽ PC ജോർജ് പറഞ്ഞു മുസ്ലിം സമുദായം മുഴുവൻ മതവർഗീയവാദികളാണ് എന്ന്. ഒരു സമുദായത്തെ മുഴുവൻ അധിക്ഷേപിക്കുകയാണ്. PC ജോർജ് വാ തുറന്നാൽ ഒന്നുകിൽ ജയിലിനകത്തേക്ക് പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും. ഈ അവസ്ഥയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഒരു സമുദായത്തെ മുഴുവൻ ഇങ്ങനെ തീവ്രവാദികൾ അല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ PC ജോർജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജയില് ബോച്ചയും PC ജോർജ്, രാഹുൽ ഈശ്വറും ഈ എന്താ പറയുക ആളുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ നിറയുകയാണ്. ഇനി സ്ഥലമില്ല ഇവരെയൊക്കെ കൊണ്ടിടാൻ എന്ന അവസ്ഥയിലാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഇനി എപ്പോഴാണ് നമ്മളൊക്കെ ജയിലിലേക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, അപ്പോൾ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് മര്യാദയോടുകൂടി പക്വതയോടുകൂടി സംസാരിച്ചാൽ സംസാരിക്കുന്നവർക്കും നല്ലതാണ്, കേൾക്കുന്നവർക്കും നല്ലതാണ്. പക്ഷെ പലപ്പോഴും അത് സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് വൈകാരികത പ്രകടമാക്കുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. വികാരപരമായി ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിനെ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് പകർത്തിയാൽ PC ജോർജിനെ പോലെ സംസാരിക്കേണ്ടി വരും. കാരണം PC ജോർജ് താമസിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിലാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാറുണ്ട്. ഈ മുസ്ലിങ്ങളൊക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പാറ പോലെ ഉറച്ച സപ്പോർട്ടേഴ്സായിരുന്നു. അങ്ങനെയാണ് PC ജോർജ് പല ഘട്ടത്തിലും നിയമസഭയിൽ എത്തിച്ചേർന്നിരുന്നത് ഈ മുസ്ലിം വോട്ടുകൾ കൊണ്ട്. പിന്നീട് അദ്ദേഹം അവരും തമ്മിൽ തെറ്റിപ്പിരിയുന്നു. അത് സാധാരണ ജീവിതത്തിലെ സൗഹൃദങ്ങൾ തെറ്റിപ്പിരിയുന്നത് പോലെ, അതിൻ്റെ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്ന പോലെ ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അത് പരിഹരിച്ച് അവരുമായിട്ടുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാനല്ല PC ജോർജ് പരിശ്രമിച്ച പകരം അവരുമായിട്ടുള്ള ശത്രുത കൂട്ടാൻ, വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുകയും അയാളെ അവരും ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പൊതുവേ ഈ അക്രമം എന്ന് പറയുന്നത്, വാക്കിലൂടെ ഉള്ള അക്രമം എന്ന് പറയുന്നത് വെർബൽ ഫൈറ്റാണ് ശരിക്കും. അത് വർദ്ധിച്ച് PCക്ക് വല്ല വെല്ലും ബ്രേക്കും ഉണ്ടായില്ല. എന്തും വിളിച്ചു പറയും. ടെലിവിഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെലിവിഷൻ അവതാരിയെ എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PC ജോർജിനെതിരെ പല ഘട്ടത്തിലും കേസെടുക്കുകയും അദ്ദേഹത്തെ ജയിലിൽ പറഞ്ഞയക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നുമായിരുന്നു. പക്ഷേ PC ജോർജിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് കണ്ട് പരാതിയൊന്നും ആരും കൊടുക്കാറില്ല. PC ജോർജിന് ഇഷ്ടമുള്ളതൊക്കെ PC ജോർജ് പറയും, നമ്മളതൊക്കെ കേൾക്കും, നമ്മൾ പറയും ഓ അത് PC അല്ലേ, PC പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. PC മാത്രമല്ല, ഇതുമാരെ പലരും ശബ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാണോ നമ്മൾ സംസാരിക്കേണ്ടത്? മാധ്യമപ്രവർത്തകർ തന്നെ അതിശക്തമായിട്ട് ഇത്തരം സംഭാഷണങ്ങളെ എതിർത്തിട്ടുണ്ട്. എന്താണ് കേസെടുക്കാത്തതെന്ന് അവർ ചോദിക്കാറുണ്ട്. കാരണം അവർ ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ അവർക്കെതിരെ വളരെ ഹീനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ വരും, സൈബർ അറ്റാക്കുകളൊക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഗവൺമെൻറ്റിനോട് ചോദിച്ചു, എന്ത് നീതിയാണ് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു കാര്യവും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുകയില്ലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെതിരെ കേസെടുക്കാനായിട്ട് നിർബന്ധിതരായി എന്നുള്ളതാണ്. അതിങ്ങനെ കൂടിയാണ് ഇപ്പോൾ ഈ ബോച്ചെ പോലെയുള്ള ആളുകളെ ജയിലിൽ പിടിച്ചിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് PC ജോർജ് കയറി ഒറ്റ അടിയടിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങളെ പോലെ വർഗീയവാദികൾ ഈ ലോകത്ത് വേറെയില്ല, എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്. അതിലെന്ത് ശരിയിരിക്കുന്നു? മുസ്ലിങ്ങളുടെ ഇടയിൽ വർഗീയവാദികളുണ്ടാകാം, ക്രിസ്ത്യാനികളുടെ ഇടയിൽ വർഗീയവാദികളുണ്ടാകും, ഹിന്ദുക്കളുടെ ഇടയിൽ വർഗീയവാദികളുണ്ടാകും. കാരണം വെച്ചാൽ ഈ വർഗീയമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വളരെ തീവ്രമായിട്ടുള്ള നിലപാടെടുത്ത് മറ്റ് ജാതികളൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവർ വർഗീയ തീവ്രവാദത്തിൻ്റെ ശക്തരായിട്ടുള്ള വക്താക്കളായി മാറിത്തീരുന്നത്. അതല്ലാതെ ഒരു സമൂഹത്തെ ഒരിക്കലും നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ഒരാൾ വർഗീയവാദം പറയുകയും പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരുടെ മേൽ കുത്തിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അയാളെ തിരഞ്ഞുപിടിച്ച് ഇവൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് അവനവൻ അറ്റാക്ക് ചെയ്യും. കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം അതിനെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതം കാക്ഷിക്കുന്ന ആരും വർഗീയവാദത്തിനെതിരായിരിക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ PC പറഞ്ഞത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് വിലയിരുത്താമാണ്. നല്ല ഭാഷയിൽ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വൈകാരികമായിട്ട് PC പറഞ്ഞവരൊക്കെ സംസാരിക്കേണ്ടത്.
പക്ഷേ ഇപ്പോൾ യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. പിന്നെ ജനുവരി 6-നായിരുന്നു ഇത്തരം വിവാദമായ പരാമർശം PC നടത്തിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നുമായിരുന്നു വിവാദ പരാമർശം. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് PC ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നുമായിരുന്നു PC ജോർജ് ജനൻ TVയുടെ ചർച്ചയിൽ പറഞ്ഞത്. ഇത് ഹിന്ദുക്കളെയും ഇത് തമ്മി തല്ലിക്കുന്ന ഒരു നീക്കമല്ലേ? ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളൊക്കെ കൊന്നു തള്ളി മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, അവരുടെയും കൂടി രാജ്യമല്ലേ ഇത്? അല്ല, ഇത് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് നടക്കുന്ന എന്താണ് വാചക കസർത്തുകളിൽ ഇത്തരത്തിലുള്ളതായിട്ടുള്ള വെടിക്കെട്ടുകൾക്ക് ആളുകളുടെ എന്താണ് താല്പര്യം വളരെ വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈരാറ്റുപേട്ടയിൽ PC ജോർജിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിം ജനതയായിരുന്നു. അവർ വർഗീയവാദിയാണോ ഇല്ലയോ എന്ന് ഒക്കെ പറയേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നവരാണ്. പക്ഷേ അദ്ദേഹം അവരുമായിട്ട് തെറ്റിയപ്പോഴാണ് അദ്ദേഹം കൂട്ടമായിട്ട് അവർക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ SDPI ഉണ്ടാവും, ജമാഅത്തുകാരുണ്ടാവും, വർഗീയവാദം ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള വർഗീയവാദത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ മാത്രം അത് ബാധിക്കുന്നതായിട്ട് അവർക്ക് മാത്രമായിട്ട് അങ്ങനെ ഇദ്ദേഹം ഒരു പ്രയോഗം നടത്തുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം എന്താ, അവരങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ആ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തേക്കും. പക്ഷേ ഇതല്ല, വളരെ മാന്യതയോടും പക്വതയോടും ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങൾ. ഇവരുടെ എണ്ണം വളരെ കുറവാണ്. ആരുടെ? ഈ തീവ്രവാദികളുടെ എണ്ണം. ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അതാണ് മുസ്ലിം സമൂഹം. ആ മുസ്ലിം സമൂഹത്തെ ഉപദ്രവിക്കുന്ന തരത്തിൽ അവർക്ക് വലിയ തരത്തിൽ മാനഹാനി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പീഡ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനമാണ് മുസ്ലിമിന് ഇനിയിപ്പോൾ ഇവിടെ പാകിസ്ഥാനിലേക്ക് വിടാം എന്ന് പറയുന്ന രീതിയാണ്. ആ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും പറയാറുണ്ടെന്നുള്ളതാണ്. അല്ലേ? നേരത്തെ എനിക്കൊന്ന് അടൂർ ഗോപാലകൃഷ്ണനോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ഗോപാലകൃഷ്ണനെ പോലെയുള്ളതായിട്ടുള്ള BJPയുടെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ പറയുന്നു. അങ്ങനത്തെ പ്രയോഗം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ശത്രുത നിലവിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും അത് രണ്ട് യുദ്ധങ്ങൾ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനെയും അകറ്റി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നമ്മളുടെ തന്നെ സഹോദരങ്ങൾ എന്ന് നമുക്ക് വിളിക്കേണ്ടിയിരുന്നവരാണ് പാകിസ്ഥാനിലായിപ്പോയത്. അവിടെ ഹിന്ദുക്കളും അതേപോലെ തന്നെ സിഖുകാരും ക്രിസ്ത്യാനികളും ഒക്കെ ഈ പാക് സമൂഹത്തിനൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിൽ ഇപ്പോൾ നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്ന സ്ഥലമാണ്. പക്ഷേ കലാപങ്ങളുണ്ടായ സമയത്ത് അവിടെ മുസ്ലിം തീവ്രവാദികൾ അവിടെയുള്ള ഹിന്ദുക്കളെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളെയും സിഖുകാരെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് വരുന്നു. ഇത് വർഗീയവാദമാണ്. വർഗീയവാദം ആര് നടത്തി കഴിഞ്ഞാലും അതിനെ അംഗീകരിക്കാനായിട്ട് വയ്യ എന്നുള്ളതാണ്. കാരണം അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. ഞാൻ ഹിന്ദു ആയത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയത് മുസ്ലിം ആയത് എൻ്റെ ഒന്നും ആവശ്യപ്രകാരമല്ല. ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചു പോയി, അതുകൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അതിൽ കൂടുതൽ എന്താണ് അതിനകത്ത് പ്രസക്തിയുള്ളത്? ഒരു പ്രസക്തിയും വേറെയില്ല. സാധാരണ മനുഷ്യരെ പോലെയൊക്കെ അവരും ജീവിക്കുന്നു. പക്ഷേ വിഷയം രാഷ്ട്രീയവും അധികാരവും എല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് അത് വർഗീയമായിട്ടുള്ള കഷായമായി മാറ്റി അടിച്ച് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സ്പർദ്ധയുണ്ടാക്കുന്ന, ഒരു സമൂഹത്തെ മൊത്തമായി വിഭജിക്കുന്ന, ഒരു സമൂഹത്തെ അയൽക്കാരെയും തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള സെപ്പറേറ്റിസത്തിൻ്റെ വാക്കുകളായിട്ട് ഈ വാക്കുകൾ മാറിത്തരുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ചാൽ നമുക്ക് ഒരു സമൂഹമായിട്ട് നിലനിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിച്ച് അവരെ ഈ സമൂഹത്തിൽ നിന്ന് അടിച്ചോടിച്ച് അവരെ പാകിസ്ഥാനിലേക്ക് വിടണം എന്ന് പറയുന്ന ഒരു മൈൻഡ്, ഒരു മനസ്സ് എന്ന് പറയുന്നത് രോഗാതുരമായിട്ടുള്ള മനസ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പാടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് ശരിയല്ല. അത് തിരുത്തണം. PCയെ തിരുത്തണം. ഇപ്പോൾ കേസിൽപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ PCയെ തിരുത്തും എന്ന് കരുതുന്നുണ്ട്? ഇല്ല. PC ജയിലിൽ പിടിച്ചിട്ടാലും PC ഒന്നും തിരുത്താൻ പോകുന്നില്ല. പക്ഷേ അതെ. അപ്പോൾ അതുകൊണ്ട് PCയുടെ സ്വഭാവം ഇതാണ്, അത് ശരിയല്ലാത്ത സ്വഭാവമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും പ്രസക്തി കാര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.